നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പാർലമെന്ററി പാർട്ടിയിലും ഇല്ല, കോൺഗ്രസിലും ഇല്ല. ഈ സഭയിലെത്തുമോ രാഹുൽ? സഭയിൽ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം വെച്ചാൽ സഭയിലെത്താതെ രാഹുലിന് വേറെ വഴിയില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സത്യം എന്ന് പറയുന്നത്. കാരണം ഓൾറെഡി 4 മാസം മുമ്പാണ് പുള്ളി പാലക്കാട് നിന്ന് ജയിച്ച് MLA ആയിട്ട് സഭയിലെത്തുന്നത്. അതിനുള്ളിൽ തന്നെ പുതിയ വിവാദങ്ങൾ വന്ന് പുള്ളിക്ക് പാർട്ടിക്ക് പുറത്തുനിന്നല്ല സസ്പെൻഡ് ചെയ്യപ്പെടേണ്ടി വന്നു, സ്ഥാനമാനങ്ങൾ മാറ്റേണ്ടി വന്നു. അങ്ങനെ ഒരുവിധ പ്രശ്നങ്ങൾ നിലവിൽ കോൺഗ്രസിനുള്ളിലും അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കോൺഗ്രസ്സുകാർ അതിനെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഒരു ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പം നിലവിൽ കോൺഗ്രസ്സുകാർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം ഞങ്ങളുടെ പാർട്ടി മെമ്പറല്ല, പാർട്ടിയുടെ ഒരു മെമ്പറായിട്ടല്ല പുള്ളി ഇനി നിയമസഭയിൽ വരാൻ പോകുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അത് സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് വളരെ നിർണായകമായിട്ടുള്ളൊരു ചുവടുവെപ്പായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് CPM-നാണ്. ഇപ്പം ഇലക്ഷൻ വരാൻ പോകുന്നു, 2 ഇലക്ഷനുകൾ വരാൻ പോകുന്നു. അപ്പം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് വരെ തീർച്ചയായിട്ടും കത്തിച്ചു നിർത്താനാണ് CPM നോക്കുന്നത്. ഈ ഒരു വിഷയം കത്തിച്ചു നിർത്താനാണ് CPM നോക്കുന്നത്. അപ്പം അതിനെ പ്രതിരോധിച്ച് നിർത്തിയില്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോകും എന്നുള്ള കാര്യം ഇതിനോടകം തന്നെ കോൺഗ്രസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർ എടുത്തൊരു വളരെ നിർണായകമായൊരു തീരുമാനമാണ് രാഹുലിനെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് സംഭവിക്കാൻ പോകുന്നത്, ഇപ്പം നിലവിൽ കുറച്ച് സോഷ്യൽ മീഡിയയിലുള്ള ചില ഐഡികളിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ആക്രമണങ്ങളും അഴിച്ചുവിടുന്നുണ്ട്. ഇതാരാണെന്ന് പോലും അറിയില്ല. അപ്പം അതായത് കോൺഗ്രസിനുള്ളിൽ ഇപ്പോൾ വലിയൊരു അടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ എല്ലാം തകർന്ന് തരിപ്പണമായെന്ന് പുറമെ അറിയിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന് വേണ്ടി പല നരേറ്റീവുകളും ഇതിനുള്ളിൽ ഉയർന്നു വരുന്നുണ്ട്. മിക്കതും ഈ ഫേക്ക് ഐഡികളാണ്. നമ്മളിത് എടുത്തു നോക്കുമ്പോൾ മനസ്സിലാവും. ഫേക്ക് ഐഡികളും പിന്നെ ഈ പെയ്ഡ് ന്യൂസുകളും ഒക്കെ തന്നെയാണ് ഈ ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഈ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന സൈബർ സ്പേസിൽ ആക്രമണം നടത്തുന്നവർ ഷാഫിയുടെയും രാഹുലിൻ്റെയും ആളുകളാണ് എന്നാണ് പ്രചരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് ഒരു സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഷാഫിയോ രാഹുലോ എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അവരെ സംബന്ധിച്ച് പാർട്ടിയിൽ വളരെ പ്രബലരായിട്ട് നിന്ന 2 യുവാക്കളാണ്. ഇനി അവർക്ക് തിരിച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ടി വരും. അപ്പം ഇപ്പോഴേ നേതാക്കൾക്കെതിരെ തങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയൊരു ആക്രമണം അഴിച്ചുവിട്ടാൽ ഇനിയും പാർട്ടിക്കുള്ളിൽ തങ്ങളുടെ സ്ഥാനം എന്തായി തീരുമെന്നതിനെ കുറിച്ച് അവർ തീർച്ചയായിട്ടും ചിന്തിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകളെ അവർ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. മാത്രമല്ല, ഈ ഒരു പ്രശ്നങ്ങളെ എങ്ങനെയെങ്കിലും പരിഹരിക്കേണ്ട ഒരു ഗതികേടും കൂടെ കോൺഗ്രസിന് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും രാഹുലിനെ പുറത്തു നിർത്തിയത്. അപ്പം പാലക്കാട് രാഹുൽ വന്നു കഴിഞ്ഞാൽ ഒരുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരം ചില സപ്പോർട്ടുകൾ രാഹുലിന് കിട്ടുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ കുറ്റം തെളിയിക്കപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ നിയമപരമായിട്ട് പരാതി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതിനകത്തെ രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ ഉള്ളൊരു കാരണം എന്ന് പറയുന്നത്. സമാനമായി എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ച് രാഹുലിനെ അങ്ങനെ അതായത് നിയമപരമായിട്ടുള്ള കേസ് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ലാത്തൊരു അവസ്ഥ കോൺഗ്രസിനുണ്ട്. കാരണം കോൺഗ്രസ് എല്ലാ കാലത്തും നിലനിന്നിട്ടുള്ളത് പ്രതിച്ഛായയിലും അവരുടെ ഒരു ധാർമ്മികതയിലുമാണ് കോൺഗ്രസ് എന്ന പാർട്ടി നിലനിന്ന് പോകുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് AK ആന്റണി രാഹുലിലേക്ക് ഈ പ്രായത്തിൽ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതും അതുപോലെ തന്നെ രാജിവെക്കുന്നതും ധാർമ്മികതയുടെ പേരിലാണ്. മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ്. സമാനമായ രീതിയിൽ തന്നെ പുള്ളി കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്തും രാജിവെച്ചിട്ടുണ്ട്, അതായത് ധാർമ്മികതയുടെ പേരിൽ. അതുപോലെ പല നേതാക്കളും രാജിവെച്ചൊരു ചരിത്രം കോൺഗ്രസിനുണ്ട്. അതാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. എന്താ പറയുക, അവരുടെ ഒരു ധാർമ്മികത എന്ന് പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ നിലനിന്ന് പോകുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് അവർ രാഹുലിനെ ഈ ഒരു വിഷയം വന്നപ്പോൾ പുറത്താക്കിയതും മാറ്റി നിർത്തുന്നതും. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കാൻ പോകുന്നത്, അതായത് തിങ്കളാഴ്ച മുതൽ നിയമസഭ സമ്മേളനം ചേരുകയാണ്. അപ്പം ഇവിടെ രാഹുല് വരേണ്ടതിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് CPM-നാണ്, ഭരണപക്ഷത്തിനാണ് രാഹുല് ഇവിടെ വരേണ്ടതിൻ്റെ ആവശ്യം ഏറ്റവും കൂടുതലുള്ളത്. അപ്പം വന്നിട്ട് വേണം ഇവർക്ക് CPM-നെ ആക്രമിക്കാൻ. ഇപ്പം കഴിഞ്ഞ ദിവസം സണ്ണി ജോസഫ് പറഞ്ഞത്, അടൂർ പ്രകാശ് പറഞ്ഞത്, രാഹുല് നിയമസഭയിൽ വരണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഉത്തരവാദിത്തം സ്പീക്കർക്കാണ്. രാഹുൽ ഇപ്പോൾ നമ്മുടെ ആളല്ല, അയാളൊരു MLA മാത്രമാണ്, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA മാത്രമാണ്.
അയാൾ നിയമസഭയിൽ വരണോ വേണോ സംസാരിക്കണോ എന്നതിനെക്കുറിച്ച് തീരുമാനിക്കേണ്ട അവകാശമുള്ളത് സ്പീക്കർക്ക് മാത്രമാണ്. അത് നേരെ ബോൾ അപ്പുറത്തോട്ട് തട്ടിയിട്ടു. അപ്പം ഇനിയാണ് CPM എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതനുസരിച്ചായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോകുക. എന്തായാലും CPM സംബന്ധിച്ച് നിലവിൽ കുറച്ച് പ്രതിരോധാവസ്ഥയിലാണ്. അതായത് അവരുദ്ദേശിച്ച പോലെ എല്ലാ കാര്യങ്ങളും വന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. രാഹുൽ നിയമസഭയിൽ വന്നാൽ തീർച്ചയായിട്ടും CPM അതൊരു ക്ഷീണം തന്നെയാണ്. വന്നാലും വന്നില്ലെങ്കിലും അതൊരു ക്ഷീണം തന്നെയാണ്. വന്നാൽ തീർച്ചയായിട്ടും ആക്രമിക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതിൻ്റെ ഒരു ബാധ്യത രാഹുലിനും കോൺഗ്രസിനും ഉണ്ടാവും. പക്ഷേ ആ ഒരു ബാധ്യതയിൽ നിന്ന് കോൺഗ്രസ് പിന്മാറി. ഇനി അതായത് രാഹുലും ഭരണപക്ഷവും മാത്രമായിരിക്കും ഇനി തമ്മിലുള്ള ഏറ്റുമുട്ടൽ. കോൺഗ്രസ് അവിടെ കാഴ്ചക്കാരായിട്ട് മാറി നിൽക്കുക എന്ന് മാത്രമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ രാഹുലിൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് രാഹുൽ വരാനുള്ള സാധ്യതയുണ്ട്. ബാക്കി ഇനി എന്താണെന്നുള്ളത് തിങ്കളാഴ്ച മുതൽ നമ്മൾ കാണും. ഇനിയിപ്പം അതായത് ഇനിയിപ്പം സത്യം പറഞ്ഞ CPM സംബന്ധിച്ച് ഇനി ചെയ്യാനുള്ളത് എങ്ങനെ മുന്നോട്ട് നീങ്ങുമെന്നതിനെ കുറിച്ച് ഇനിയാണ് അവരാണ് ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് ഈ വിഷയം ഇനി ടേക്കപ്പ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി അവരാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം എങ്ങനെയൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും സ്വയം മാറാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം മുൻപ് പറഞ്ഞ പോലെ തന്നെ നിലവിൽ ആരും പരാതിയായിട്ട് രംഗത്ത് വന്നിട്ടില്ല. ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പുള്ളിയുടെ മേശപ്പുറത്ത് എന്തൊക്കെ ഫയലൊക്കെ ഉണ്ടെന്ന് പറയുന്നു. അതിനെക്കുറിച്ച് അറിയില്ല. അത് സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ ഒരു പ്രചരണം മാത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അങ്ങനെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനോടകം തന്നെ അത് പുറത്ത് വന്നേനെ, നടപടികൾ സ്വീകരിച്ചേനെ. അത് മൊത്തത്തിൽ കോൺഗ്രസിനെ മുഴുവൻ ആക്രമിക്കുന്നൊരു നിലയിലോട്ട് അത് മാറിയേനെ. പക്ഷെ അത് ഉണ്ടായില്ലെന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം എന്ന് പറയുന്നത്. അപ്പം CPM സംബന്ധിച്ചാണ് ഇനി വരാൻ പോകുന്നത്. ഇനി അവരെങ്ങനെയായിരിക്കും ഇനി രാഹുലിനെ ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഓരോ തവണ ആക്രമിക്കും തോറും പൊന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും CPM തന്നെയായിരിക്കും. അപ്പം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം അത്തരത്തിലൊരു ഇതിന് തുടക്കം ഇട്ടെങ്കിൽ പോലും പുള്ളിക്കും കാര്യം പെട്ടെന്ന് മനസ്സിലായി. ഇത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയാൽ ശരിയാകില്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പം അവരെ സംബന്ധിച്ച് പ്രശ്നം അതാണ്. ഇതെങ്ങനെ ടേക്ക് ചെയ്യുമെന്നുള്ളതാണ്, ഈ ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് അവരെ സംബന്ധിച്ചുള്ള വിഷയം. ഇനിയിപ്പം കൈകാര്യം ചെയ്യാതിരിക്കാനും പറ്റാത്തൊരു നിലയിലോട്ട് ഒരു അവസ്ഥ LDFനുണ്ട്. കാരണം വെച്ചാൽ ഭരിക്കുന്നത് അവരാണ്. സംസ്ഥാനത്തെ നിയമനിർമ്മാണവും അല്ലെങ്കിൽ നിയമത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും ഭരിക്കുന്നതും അവരാണ്. അപ്പം ഇങ്ങനൊരു വിഷയം വരുമ്പം എന്ത് നിലപാടാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്നതിനെ പറ്റി നാളെ ഒരു ചോദ്യം വരും. അതിൽ ഉത്തരം പറയേണ്ട ഒരു ബാധ്യത CPMനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ് സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പെട്ടുപോയിരിക്കുന്നത് CPM തന്നെയാണ്. അപ്പം അവരിനി എന്താണ് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും ഇനി നമ്മൾ നോക്കേണ്ടത്. ഇനി നടക്കാൻ പോകുന്നത് ഇനി രാഹുൽ LDF തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരിക്കും. കാരണം UDF അതിൽ നിന്ന് പിന്മാറി പന്ത് അങ്ങോട്ടിട്ട് കൊടുത്തു. നിങ്ങൾ തമ്മിൽ ഇനി നിങ്ങൾ ചന്തായിക്കോ ആയിക്കോ ഒരുപാട് ആരോപണങ്ങളുണ്ട്. ആരോപണങ്ങൾക്കൊക്കെ ഉത്തരം പറയുക എന്നുള്ളത് രാഹുലിന്റെ മാത്രം ബാധ്യതയാണ്. കാരണം പക്ഷെ അന്ന് പുള്ളി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടും പുള്ളി പ്രത്യേകിച്ചൊന്നും വിട്ട് പറഞ്ഞില്ല. എൻ്റെ ശബ്ദമല്ല എന്ന് പോലും പുള്ളി നിഷേധിക്കുന്ന പോലുമില്ല. പക്ഷെ നിഷേധിച്ചിരുന്നെങ്കിലും അവിടെയാണ് ഞാൻ പറഞ്ഞത് രാഹുൽ ഒരു കൗശലക്കാരനാണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. പുള്ളി അത് നിഷേധിച്ചു പോലുമില്ല. കാരണം നമ്മളവർക്കും നിഷേധിക്കാൻ പുള്ളി തെറ്റിയതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത്. പക്ഷേ അതിലൊരു ഇതുണ്ട്, ഷൈനിങ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ താൻ തെറ്റിയതൊന്നതിനെ പറ്റി പുള്ളി സമ്മതിക്കുന്നു. ഓക്കെ, തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ വീണ്ടും പ്രശ്നമാകും. പക്ഷേ പുള്ളി അത് ന്യായീകരിക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അവിടെ പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അവിടെയാണ് CPMനും മറ്റുള്ളവർക്കും പിഴച്ചത്.